ടോപ്പ് അടിക്കാനും പറ്റും കേട്ടോ. ഇതിപ്പോൾ ഒരു 2.5 മീറ്റർ ഉണ്ടാവും. ടോപ്പ് നല്ല അടിപൊളിയായിട്ടൊരു ടോപ്പ് അടിക്കാം. അല്ല തടിയുള്ളവർക്കൊന്നും പറ്റൂല കേട്ടോ. അസ്സലാമലൈക്കും. ഞാൻ സാഹിദ. ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ. ഞാനിന്ന് കുറച്ച് ലേസ്, നെക്ക്, ഷാള്, പിന്നെ കുറച്ച് മെറ്റീരിയൽ അങ്ങനെയൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. ജോയിൻ ലേസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെയാണല്ലോ വരുന്നത്. ജോയിൻ ലേസ് ഇത്രയൊക്കെ വരുന്നുള്ളൂ, പക്ഷേ ഇത് കൂടി ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോയിൻ ലേസ് ആയിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ജോയിൻ ലൈസ് ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മോഡലാവട്ടോ ഈ ജോയിന്. ഇതിങ്ങനെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആയിക്കൂടെ ഈ ഒരു ഡിസൈനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവും കേട്ടോ. ജോയിൻ ആക്കിയിട്ട് വെച്ചാൽ ഇതുപോലെ താഴത്തേക്കും വെക്കാം. പിന്നെ ഇതാ കഴുത്തിന് വെച്ച് കൊടുക്കുക, സ്ലീവിന് വെച്ച് കൊടുക്കുക. അങ്ങനെ ചതുരനാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചതുരനാക്കി വെച്ച് കൊടുക്കുക. ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വീനക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ക്രീം കളറാണ് കേട്ടോ. ഓരോ ജോർജറ്റിന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ താഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് വെച്ച് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് അങ്ങനെ വെക്കുക, സ്ലീവിന് വെക്കുക, പിന്നെ നെക്കിന്, അങ്ങനെ എല്ലാത്തിനും വെക്കാം കേട്ടോ. നല്ലൊരു ലേസാണിത്. ശരിക്കും ജോയിൻ ലേസ് അല്ല ഇത് കേട്ടോ. ജോയിൻ ലേസ് ആക്കി വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവും. ഇത് എന്താണ് കയ്യിനൊക്കെ വെച്ച് കൊടുക്കുന്ന ലേസ് തന്നെയാണ്. അത് ജോയിൻ ലേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വിടവും ഇതൊക്കെ വരുന്നതാണല്ലേ. അപ്പോൾ ഇത് അങ്ങനെ വെച്ച് കൊടുത്ത വിടവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹോളൊക്കെ നിറയെ വരുന്നതല്ല. അത് ഹോളൊക്കെ നല്ല ഉണ്ട് ഈ ലേസിന്. അപ്പോൾ എന്താണ് ജോയിനാക്കി വെച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാട്ടാ. ഇതുപോലെ ജോയിനാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. 2 സൈഡിലിട്ടിട്ട് നല്ലപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു മോഡൽ ജോയിൻ ലൈസ് ആവും കേട്ടോ. നമ്മളെ സ്ലീവിൻ്റെ നടുക്ക കൂടെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും, പിന്നെ പാൻറ് ഉണ്ടല്ലോ, പാൻറ്റിൻ്റെ താഴെ ഭാഗത്ത് അങ്ങനെ ഇതുപോലെ ജോയിൻ ആക്കിയിട്ട് വെച്ച് കൊടുത്താലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു മോഡലാവും. ജോർജറ്റ്, അതിന് പറ്റുന്ന ജോർജറ്റും ഉണ്ട് കേട്ടോ. ഞാൻ കുറേ എണ്ണത്തിനൊക്കെ ജോർജറ്റ് വെച്ച് കാണിച്ചിട്ടുണ്ട്, ഒരേപോലുള്ള ജോർജറ്റ്. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുക. അപ്പോൾ ഞാൻ ജോർജറ്റ് പിന്നെ വെക്കൽ നിർത്തിയതാണ് കേട്ടോ. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നുണ്ട്. അപ്പം ഈ കളറുകളൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ജോർജറ്റിൻ്റെ അതിന് പറ്റുന്നൊക്കെ കളറുകൾ തന്നെയാണ് ലേസിന് കേട്ടോ. ഞാനതിൻ്റെ കെട്ട് പൊട്ടിക്കാത്തത്, ലേസിൻ്റെ കെട്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച കൈക്കൂടെ പോരും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തന്നെ വെച്ചിട്ട് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ അത് ജോർജറ്റ് എടുത്തെന്നുള്ളൂ കേട്ടോ. അത് ഞങ്ങൾക്ക് കോട്ടണിൽ വേണമെങ്കിൽ ഏത് മെറ്റീരിയലിൽ വേണമെന്നുണ്ടെങ്കിലും വെക്കാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് കയ്യിൽ കിട്ടിയ കളറിന് ലേസിന് മാച്ചാണ് കളറിൽ കയ്യിൽ ജോർജറ്റ് ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് കോട്ടൺ ലൈസാണ് ഇത്. ശരിക്കും ഇത് കോട്ടൺ ലൈസാണ്. കോട്ടൺ വെച്ച് കൊടുത്താലും കോട്ടന് വെച്ച് കൊടുക്കുക, ഭംഗി ഉണ്ടാവുക. ഇത് എന്താണ് ജോർജറ്റിന് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ജോർജറ്റിന് വെച്ച് വെക്കണുണ്ടല്ലോ. അതായത് കളറുകളൊക്കെ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ ഞാൻ വെച്ച് തരാം കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. ഇത് 2 കളറുണ്ട് കേട്ടോ. 2 കളറല്ല, അതാ 3 എണ്ണം ഒരേപോലെ ഉള്ളത്. അതിൽ ഗ്രീന് 3 ഗ്രീൻ ഉണ്ട്, വേറെ കളറിൽ. പിന്നെ ലാവൻഡർ 2 എണ്ണം ഉണ്ട്. അങ്ങനെ കേട്ടോ. അതാ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ. 12 കളർ എങ്ങാനുണ്ട് തോന്നണം അതിൽ. 12 13 എങ്ങാനുണ്ട്. ഇതൊരു സിൽവർ ലൈന് വരുന്ന കോട്ടൺ ആണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. 150 കേട്ടോ പ്രൈസ് വരുന്നത്. 44 ഇഞ്ച് വിടുത്ത്. ഇത് ഈ ലേസ് അതിന് വെച്ച് കൊടുക്കാം കേട്ടോ, ഭംഗി ഉണ്ടാവുക. ഒരേ കളറാണ് കേട്ടോ, ഒരു മാറ്റമില്ല, ഒരേ കളറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ. പിന്നെ ഇത് ജെൻസ് വെയർ ആയിട്ടുള്ള ഷർട്ട് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് അബായ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം.
അല്ലെങ്കിൽ കുർത്ത സ്ലിറ്റ് കുർത്ത സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിൻ്റെ ബ്ലാക്ക് മറ്റേത് ഒരു ക്രീമാണ്, ഇതൊരു ബ്ലാക്കല്ല ഒരു ആഷ് കളറ്. ഇതിന് സിൽവർ ലൈനാണ് വരുന്നത് കേട്ടോ. ഇതിനുള്ള ലേസ് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വീതിയുള്ള ലേസ് അത് കേട്ടോ, സിൽവർ ലേസ് ആണ് ഇത് കേട്ടോ, സിൽവർ കളറാണ്. അതിൻ്റെ ലൈന് സിൽവറായിട്ടാണ് വരുന്നത്. അപ്പോൾ സിൽവർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലേസുകൾ കാണിച്ചു തരാണ് കേട്ടോ. ലേസിന് 47 ആദ്യം വെച്ച വീതി ഉള്ളതിന്. ഇത് 57. മറ്റേ ലേസിൻ്റെ പ്രൈസ് ഓർമ്മയില്ല, ഞാൻ പറയാം കേട്ടോ. ഇതിങ്ങനെ താഴത്തേക്ക് അതിൻ്റെ ലൈന് താഴത്തേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഭംഗിയുണ്ടാവും. അതിന് അബായ അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അത് ഈ ഒരു ബ്ലാക്കും വൈറ്റ് കൊണ്ടൊക്കെ അബായ അടിക്കാം കേട്ടോ. അബായ അടിക്കുക, കുർത്തി അടിക്കുക, പിന്നെ സ്റ്റിച്ച് ചെയ്യട്ടാ. ഞാൻ അടിക്ക പറയുന്നത് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ ഞാൻ പറയണത്. ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എന്താണ് വർത്താനം പറഞ്ഞ് ശീലിച്ചതല്ലേ നമ്മൾ വായിൽ വേഗം വരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് പറയുമ്പോഴേ നമ്മളെ മാതൃഭാഷയാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ തന്നെ വരുള്ളൂ. സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വായിൽ ഒതുങ്ങാത്ത വാക്കുകളൊക്കെ ആയി പോകും. അപ്പോൾ പെട്ടെന്ന് പറയണതാണ് ഇതൊക്കെ കേട്ടോ. എനിക്ക് മനസ്സിലാവണുണ്ടാവണാവോ. പിന്നെ അതൊക്കെ നെക്കുകളാണ് ഇത് കേട്ടോ. 20 രൂപയാണ് ഇതിന് നെക്കിന്. ഇതിൻ്റെ ഉള്ളിലത്തെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. ഇത് 6 ഇഞ്ച്. പിന്നെ ഫുൾ ലെങ്ത്ത് 12 ഇഞ്ചോ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് വൈറ്റാണ്. വൈറ്റിൻ്റെ മേലെ വെച്ച് കൊടുക്കാവും ഭംഗി ഉണ്ടാവുക. വൈറ്റ് മെറ്റീരിയലിൻ്റെ മേലെ, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു വൈറ്റ് താഴെ ഭാഗത്തൊരു ലൈനിങ് ആയിട്ട് വൈറ്റ് കൊടുക്കുക ആ നെക്കിന്. എന്നാലേ അതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കളറിൻ്റെ മേലൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. വൈറ്റിൻ്റെ വേറെ ഏതെങ്കിലും കളറിൻ്റെ മെറ്റീരിയലിൻ്റെ മേലെയാണ് വെക്കണമെന്ന് ഉണ്ടെങ്കിൽ, ക്ലോത്തിൻ്റെ മേലെ വെക്കണമെന്നുവെച്ചെങ്കിൽ താഴെ ഭാഗത്തൊരു വൈറ്റ് ഒരു കഷ്ണം, അതേപോലെ തന്നെ ഒരു ഇത് കഷ്ണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കഷ്ണം ഒരു നിങ്ങളെൻ്റെ ചീത്ത അറിയാണ്ടാവും അതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കൊടുത്താൽ മതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതന്നെ. ഇതൊക്കെ ഇനി ഷാളുകളാണ്. ഇതിന് ത്രെഡും വരുന്നുണ്ട്, സീക്വൻസ് വരുന്നുണ്ട് കേട്ടോ. 220 പ്രൈസ് വരുന്നത്. ലെങ്ത്ത് ഒരു 2 മീറ്റർ ഉണ്ടാവും ഇത് കേട്ടോ. പിന്നെ വിഡ്ത്ത് അധികം ഉണ്ടാവില്ല അതിന് കേട്ടോ. ഈ ഒരു ത്രെഡും സീക്വൻസ് വരുന്നത് ഇതൊക്കെ ചുങ്കിടി പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചുങ്കിടി ഷാൾ പോലെ. അത് കോട്ടൺ അല്ല കേട്ടോ, ഇത് കോട്ടനാണ്. കോട്ടൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അജ്രക്കിൻ്റെ പോലെ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കണ കോട്ടൺ അല്ല കേട്ടോ. ഒന്ന് നമ്മൾ സിസ് കോട്ടൺ എന്നൊക്കെ പറയൂലേ, എന്നാൽ സിസ് കോട്ടൺ അല്ല, നല്ല കോട്ടൺ തന്നെയാണ്. അജ്രക്കൊക്കെ മറ്റേ സാധാ കോട്ടനൊക്കെ പിടിച്ചാൽ അവിടെ തന്നെ അങ്ങനെ നിൽക്കുമല്ലോ, അങ്ങനെയല്ല കേട്ടോ. 220 തന്നെയാണ് കേട്ടോ. എങ്ങനത്തെ പറയാം, ഇതിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അല്ല, ലെങ്ത്തും ഉണ്ട് വിഡ്ത്തും ഉണ്ട്. പിന്നെ ഈ ഷാളിനൊക്കെ ഇതൊക്കെ കോട്ടനാണ്. കോട്ടൺ തന്നെ പറയണ കേട്ടോ ഈ ഷാളിന്. ആ ചിക്ക് കളർ, നേരത്തെ കാണിച്ച ചിക്ക് കളറ് പിന്നെ ഷാളിൻ്റെ മേലെ സൈഡിൽ കൂടെ ലേസാണ് വരുന്നത് കേട്ടോ. അതിന് ലേസ് ഒരു നെറ്റ് പോലെയുള്ള ലേസാണ് വരുന്നത്. 220 ലെങ്ത്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്. ആദ്യം കാണിച്ച 2 ഷാളിന് വിഡ്ത്തില്ല, ലെങ്ത്ത് ഉണ്ട്. ഇതൊക്കെ 2 കാലുണ്ട്, 2 ആദ്യത്തേന് 2 മീറ്റർ ഉണ്ട്. ഇതിന് നമുക്കിത് ഷാള് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരു ടോപ്പ് വേണമെങ്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ നല്ല കോട്ടൻ്റെ ഉണ്ട്. ഇത് കുറച്ച് കോട്ടൺ അല്ല കേട്ടോ, നമ്മൾ ഒന്ന് കാനുള്ള കുറച്ച് കാനുള്ളതാക്കും. പിന്നെ നമുക്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള മെറ്റീരിയൽ. അത് നല്ല മെറ്റീരിയൽ അത് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ശരിക്കും ഇതിൽ 2 മീറ്റർ ഉണ്ടാവും, 2 മീറ്റർ ഉണ്ടാവും. ശരിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ, ഇത് ഷാളാണ്, ശരിക്കും ഷാളാണിത്. ഞാൻ ഞാൻ അങ്ങനെ മനസ്സിൽ വന്ന് പറഞ്ഞതാട്ടോ. ടോപ്പും സ്റ്റിച്ച് ചെയ്യുക, ഇതുകൊണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റൊക്കെ അല്ലേ വരുന്നത്. നമുക്ക് ഒരു ക്രോപ്പ് ടോപ്പൊക്കെ ചെറിയ കുട്ടികൾക്ക് ജീൻസിൽക്കൊക്കെ ഇടാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരു കുർത്ത അടിക്കാം.
ഒരു ടോപ്പ് അടിക്കാനും പറ്റും ഇത് കേട്ടോ. ഇതിപ്പോൾ ഒരു 2.5 മീറ്റർ ഉണ്ടാവും. ടോപ്പ് നല്ല അടിപൊളിയായിട്ടൊരു ടോപ്പ് അടിക്കാം. അല്ല തടിയുള്ളവർക്കൊന്നും പറ്റൂല കേട്ടോ. തടിയൊന്നും ഇല്ലാത്തവർക്ക് അടിപൊളിയായിട്ടൊരു ടോപ്പ് അടിക്കാം. ഷാൾ തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ സിൽക്കാണ്, ജോർജറ്റ് പോലുള്ളതാണ് കേട്ടോ. ജോർജറ്റ് പോലുള്ളതാണ്. ഞാനിത് നിവർത്താനുള്ള സമയം കൂടി അത് എടുക്കുന്നത് എന്താ വെച്ചിട്ടാ, അത് പെട്ടെന്ന് കാണിച്ച് പോവുകയാണ്, ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ. എന്നാൽ നിവർത്താൻ എടുക്കണ സമയം കൂടി നിങ്ങൾക്ക് കണ്ടോട്ടെ വിചാരിച്ചിട്ട്. അതായത് തൊട്ട് നോക്കിയിട്ടൊന്നും എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂലല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ നിവർത്തുമ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നേരങ്ങൾ കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കട്ടാക്കാം, പെട്ടെന്ന് ഇങ്ങനെ എന്താണ് കാണിച്ച് പോവാം. പക്ഷേ ഈ നിവർത്തന നേരം കൂടി നിങ്ങൾക്ക് കണ്ടോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് എന്നുള്ളത് നമുക്ക് ശരിക്കും തൊട്ട് നോക്കിയിട്ടാണ് ഒരു മെറ്റീരിയൽ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അത് ഓരോന്ന് പീസ് ഇങ്ങനെ കാണിച്ചൊന്ന് പെട്ടെന്ന് പോവും. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കണം കേട്ടോ. എന്നാൽ ശരി കേട്ടോ. ഏതാ വേണ്ട വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളേ, വാട്സപ്പ് ചെയ്തോളേ കേട്ടോ. ഇതൊരു യെല്ലോ കളറാണ്. നേരത്തെ കാണിച്ചതിൻ്റെ കളറൊക്കെ അതേ കളർ തന്നെയാണ് കേട്ടോ. ഇതും അതെ ഒരു യെല്ലോ ആണ്. എന്നാൽ ശരി കേട്ടോ. അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.